സോളാർ വിവാദ ചൂടിൽ ആസകലം പൊള്ളിപ്പൊളിഞ്ഞു നിന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെ വീണ്ടും പുകച്ചത് ബാർക്കോഴ ആരോപണമാണ്. പ്രതിപക്ഷത്തായിരുന്ന ഇടതുമുന്നണി ബാർക്കോഴ ആരോപണം ഉമ്മൻചാണ്ടിക്കും കെ മാണിക്കുമെതിരെ കൃത്യമായ രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തു. അതേ വജ്രായുധം അതേ മുനയോടെ തിരിഞ്ഞു വന്നതിന്റെ അങ്കലാപ്പിലാണ് പിണറായി സർക്കാർ. തെരഞ്ഞെടുപ്പ് പൂർത്തിയായാൽ ഡ്രൈഡേയിൽ അടക്കമുള്ള മാറ്റത്തോടെ പുതിയ മദ്യനയം വരുമെന്ന് ഏതാണ്ട് ഉറപ്പായ ഘട്ടത്തിലാണ് പണപ്പിരിവ് വിവരിക്കുന്ന ബാറുടമയുടെ ശബ്ദരേഖ പുറത്തുവന്നത്. വിവാദത്തിന്റെ ഉൾച്ചൂടറിയാവുന്ന സർക്കാർ കരുതലോടെയാണ് നീങ്ങുന്നത്. ആ ജാഗ്രത എക്സൈസ് മന്ത്രിയുടെ വാക്കുകളിലും വ്യക്തം. മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതിശക്തമായിട്ടുള്ള നടപടി അത്തരക്കാർക്കെതിരായിട്ട് എടുക്കും. ഒരു തരത്തിലും അത് വെച്ചുപൊറുപ്പിക്കില്ല. വ്യാജ പ്രചരണമെന്നാണ് CPM-ന്റെ നിലപാട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങി നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയും പ്രസ്ഥാനവും മുന്നണിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളത് നല്ല ധാരണയിൽ വെച്ചോ. മദ്യ നയം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടേയില്ല. അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. അതുകൊണ്ട് മന്ത്രി രാജിവെക്കേണ്ട കാര്യമൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. ആരോപണത്തിന് പിന്നിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഗൂഢാലോചനയാണ് CPI സംശയിക്കുന്നത്. പുതിയ ഒരു ആരോപണം ഉന്നയിച്ച് ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുമോ എന്ന ശ്രമം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന സംശയമുണ്ട്. അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ അവസരം വൻ ആവേശത്തോടെ എടുത്തു തൊടുത്തു കഴിഞ്ഞു UDF. എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്ന കടുത്ത നിലപാടിൽ KPCC പ്രസിഡന്റ് K. സുധാകരൻ. 801 ബാറുകളിൽ നിന്നായി 20 കോടി രൂപ പിരിക്കാനായിരുന്നു ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി തരാം എന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ വ്യാപകമായി സംസ്ഥാനത്ത് ബാർ ഉടമകളുടെ കയ്യിൽ നിന്നും പണം പിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് എക്സൈസ് മന്ത്രി രാജിവെക്കണം എന്ന് കേരളത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. സർക്കാർ അബ്കാരികളുടെ കൈകളിലാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഞ്ഞടിച്ചു. അതേസമയം ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നിൽ ബാറുടമകളുടെ കൂട്ടായ നീക്കവും സംശയിക്കുന്നുണ്ട്. സർക്കാർ പരിപാടികളും തെരഞ്ഞെടുപ്പുമടക്കം വൻതുക പിരിവായി രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിരുന്നു. ഈ പിരിവ് കറവയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ബാറുടമകളുടെ തന്ത്രമാണ് വിവാദത്തിന് പിന്നിലെന്നും സംശയിക്കുന്നവരുണ്ട്. കേരള കോൺഗ്രസ് രാജ്യസഭാ സീറ്റിൽ അവകാശം ഉന്നയിച്ചതിന് പിന്നാലെ വീണ്ടും ബാർക്കോഴ ആരോപണം വരുന്നതിലെ രാഷ്ട്രീയ സാഹചര്യവും ശ്രദ്ധേയമാണ്. എന്തൊക്കെയായാലും വരും ദിവസങ്ങളിൽ പിണറായി സർക്കാരിന് ബാർക്കോഴ തലവേദനയാകും. ബാർക്കോഴ ആരോപണത്തിൽ ഇനി അന്വേഷണം പ്രഖ്യാപിക്കുക മാത്രമാണ് സർക്കാരിന് മുന്നിലുള്ള പോംവഴി. ആരോപണം നിഷേധിക്കുമ്പോൾ അത് തെളിവ് സഹിതം ബോധിപ്പിക്കേണ്ട ബാധ്യത പിണറായി സർക്കാരിനുണ്ട്. കാരണം ബാർക്കോഴ ആരോപണം ചില്ലറക്കളിയല്ലെന്ന് ഇടതുമുന്നണിക്ക് നന്നായി അറിയാം. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.